ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഷെഫ് പിള്ളയുടെ സ്പെഷ്യൽ ഡിഷായ പാൽക്കൊഞ്ചിൻ്റേതാണ്. അടിപൊളി ഡിഷാണ്. പക്ഷെ ഞങ്ങളിത് ഉണ്ടാക്കി കഴിച്ചിട്ട് 5-6 മാസം കഴിഞ്ഞു. വീഡിയോ എഡിറ്റിംഗ് ഇപ്പോഴാണ് നടന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പറയാം. ഈ ബാസ്ക്കറ്റിൽ 2 കാശ്മീരി ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ പച്ചമുളക് കുറച്ച് നീളത്തിൽ ചരിച്ചരിയണം. കറിവേപ്പിലയും അരിഞ്ഞെടുക്കണം. കുരുമുളകൊന്ന് ചതക്കിയെടുക്കണം. വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്താൽ മതി. അതിൻ്റെ സ്കിന്നൊന്നും മാറ്റണമെന്നില്ല. ഒരു 4 പച്ചമുളകാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ മുളക് ക്രഷ് ചെയ്യുന്നതിന് പകരം 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും എടുക്കാൻ പറ്റും. പ്രോൺസ് ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അതിൻ്റെ നമ്മുടെ വെയിനൊക്കെ എടുത്ത് മാറ്റി കഴുകി വെച്ചതാണിത്. മസാലകളൊക്കെ ചതച്ചും അരിഞ്ഞും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. 1/2 കിലോ പ്രോൺസാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ചതച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ പെപ്പർ, അതായത് കുരുമുളകും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ചേർക്കുന്ന എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം, കൂട്ടാം, കുറക്കാം, അത് നിങ്ങളുടെ സൗകര്യം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ചില്ലി ഫ്ലേക്സും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. റെസിപ്പിയിൽ ചെറിയ ചേഞ്ച് വല്ലതും ഉണ്ടെങ്കിൽ സ്വാഭാവികം മാത്രം. നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഒരു അരമണിക്കൂർ 20 മിനിറ്റ് അരമണിക്കൂർ മാറ്റി വെക്കുക. ആ സമയത്തിനുള്ളിൽ തേങ്ങ ചിരവിതെടുത്തിട്ട് മിക്സി ജാറിലിട്ടിട്ട് നമുക്കൊരു മുറി തേങ്ങ മതിയാവും, അല്ലെങ്കിൽ ഒരു 2 കൈ നിറയെ തേങ്ങ മതിയാവും. അതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട്, അധികം വെള്ളമായി പോകരുത്, അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുക. തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച കൊഞ്ച് ഒന്ന് ഫ്രൈ ചെയ്യണം. അങ്ങനെ കറുമുറിയായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട, ഒരു ഹാഫ് അത്രയും തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു 2-3-4 മിനിറ്റ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യുക. ശേഷം നമ്മൾ വെളുത്തുള്ളി, അരിഞ്ഞിട്ട് ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തു. ഇനി ഈ തേങ്ങാപ്പാൽ വറ്റി വരും വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗ്രേവി വേണ്ടുന്നവർക്ക് കുറച്ച് മുന്നോട്ടെടുക്കാം, അല്ലെങ്കിൽ നല്ല വറ്റി വന്ന് അല്ല അതുമേൽ പിടിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം അടുത്ത് തന്നെ മോനും ഫ്രണ്ട്സും 1 മാസം മുന്നേ ഖത്തറിൽ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു. ഇതെല്ലാം കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് പറയുന്നത് കേട്ടപ്പോൾ ഏതായാലും ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു.
പിന്നെ ഞങ്ങളിതുണ്ടാക്കി കഴിച്ചിട്ട് ഏതാണ്ട് 5-6 മാസം കഴിഞ്ഞു. ഇനിയും പോസ്റ്റ് ചെയ്യുന്നത് വൈകിക്കണ്ടെന്ന് വെച്ചു. ഈ കൊഞ്ചിൽ തേങ്ങാപ്പാലും മസാലയും ഒക്കെ ചേർന്ന് വന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റിൽ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. എൻ്റെ ഈശ്വര, ആ തേങ്ങാപ്പാലിലും മസാലയിലൊക്കെ കൊഞ്ച് വെന്ത് വരുമ്പോഴുള്ള ആ മൂക്കിൽ കടിച്ചു കയറുന്ന സ്മെല്ലുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല കേട്ടോ. വായിൽ വെള്ളം നിറയും. തേങ്ങാപ്പാലൊക്കെ നന്നായി കുറുകി പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വേണാട് പാൽക്കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഊണിനൊപ്പം വെരി സ്പെഷ്യൽ സൈഡ് ഡിഷാണിത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ സ്രാവിൻ്റെ കറിയില്ലേ, തേങ്ങ അരച്ചിട്ട് അതും വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയൊന്നും ഇതിലിട്ടിട്ടില്ല. സ്രാവിൻ്റെ കറിയും പാൽക്കൊഞ്ചും ഊണും അടിപൊളിയാണ്. ഷെഫ് പിള്ളയുടെ ഞാൻ ചെയ്ത ഈ പാൽക്കൊഞ്ച്, വേണാട് പാൽക്കൊഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.